പോകുന്നുണ്ടോ? ബിഗ് ബോസിൽ നിന്ന് പോകുന്നുണ്ടെന്നാണ്. ബിഗ് ബോസിൽ പോകുന്നുണ്ടോ? ബിഗ് ബോസിലേക്ക് തള്ളിയിട്ടിട്ട് ബാഗ് എന്താ പോലെ ബെസ്റ്റ് ക്രിയേറ്ററിനുള്ള അവാർഡ് ദാസട്ടൻ കോഴിക്കോടിനും നമ്മുടെ സ്വന്തം ടീം ചേച്ചിക്കാണ് കിട്ടിയത്. ഒരുപാട് സന്തോഷമുണ്ട് അത് കാണാൻ തന്നെ. എൻ്റെ പൊന്നോ, ബെസ്റ്റ് ക്രിയേറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മറ്റേ ഫസ്റ്റ് ഒരു സോങ് ഉണ്ടല്ലോ ഇവർ തമ്മിൽ വൈറലായ രേണുവിൻ്റെ രസത്തിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ വിമർശിച്ചായിരുന്നു. ആ സമയത്ത് നമ്മൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതൊക്കെ അഭിനയത്തിന്റെ ഓരോ ഇതൊക്കെയാണെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ പിന്നീട് വന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് സുധിച്ചേട്ടനെ അങ്ങ് വിറ്റ് പുള്ളി അങ്ങ് ജീവിക്കാന്ന് കരുതിയപ്പോഴാണ് അതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത്. ഓക്കെ, എന്തായാലും രേണു ചേച്ചിക്ക് ബെസ്റ്റ് ക്രിയേറ്റീവ് എന്നുള്ള എന്തുവാണ് ഈ ക്രിയേറ്റീവ്. ഇടയ്ക്ക് രേണു സുധി വന്നിട്ട് പറഞ്ഞായിരുന്നു ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അവന്മാർ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കിയാണോ അവന്മാർ ചെയ്യുന്നത്. അപ്പോൾ ഞാനും ആലോചിക്കുന്നത് അതാണ്, വല്ല പാട്ടും അതായത് ചാന്ത് പൊട്ടിനത്തെ പാട്ട് കോപ്പി അടിച്ചിട്ട് അത് ചെയ്ത് ബെസ്റ്റ് ക്രിയേറ്ററിനുള്ള അവാർഡാണ് നിങ്ങൾക്ക് കിട്ടിയത്. പിന്നെ നമ്മളെന്തിനാ ഈ പറയുന്നത് ഈ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവരൊക്കെ കളിയാക്കാൻ വരുന്നത് നമ്മൾ ആലോചിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ആ ചേച്ചിക്ക് ആ കൊടുക്കുന്ന അവാർഡ് ദാനം ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടല്ലോ. പിന്നെ മീഡിയക്കാരൊരു കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പം മരുമോൻ്റെ കയ്യിന്നാണല്ലോ ഈ പറയുന്ന സമ്മാനദാനമൊക്കെ കിട്ടിയത്, ഇനി അമ്മായിപ്പൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് അത് എൻ്റെ പൊന്നെ. ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ചുതരാം. ആ വീഡിയോ ആദ്യം കണ്ടപ്പം എനിക്ക് വേറെ ഏതാണ്ടൊക്കെയാണ് തിരിഞ്ഞത്. ഞാനൊന്ന് വെച്ചു തരാം. ഇനി പിണറായി വിജയനെ ഒന്നും മേടിക്കാൻ പറ്റില്ല. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്നും മേടിക്കാൻ പറ്റില്ല. അതെ, ആ ഓക്കെ. സഖാവിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ആദ്യം ഇത് കേട്ടപ്പം അവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണമെന്ന്, കാരണം എല്ലാവരോടും ഞാൻ ചോദിച്ചപ്പോഴും അവരെല്ലാവരും ഇത് അവൻ്റെ എന്നല്ലേ. പിന്നീട് ഞാൻ സ്ലോ മോഷൻ ഇട്ട് കേട്ടപ്പോഴാണ് കത്തിയത്. അത് സഖാവായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കുക അവനെന്ന് വല്ലം വിളിച്ചായിരുന്നെങ്കിൽ നിനക്കൊക്കെ ഒരു കണ്ടന്റ് ആയിരുന്നു അല്ലേ എന്നുള്ള രീതിയില്ല. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം ഈ രേണു സുധിയുടെ പിന്നെ ഷൂട്ടിങ്ങിൻ്റെ ഇടയില്ല ഈ സുധിയെ കുറിച്ച് ഇങ്ങനെ വാഴ്ത്തി പാടുന്ന രേണു മുമ്പ് വെച്ച് എൻ്റെ സുധിച്ചേട്ടൻ ഇങ്ങനെ വാഴ്ത്തി പാടുമ്പോൾ അതേ രേണു അതിൻ്റെ കൂടെ ഉള്ളവരൊക്കെയാണെന്ന് തോന്നുന്നു ഒരു സംസാരിക്കുന്നുണ്ട് അലൻ ജോസ് പെരയുടെ അടുത്ത്. ഞാൻ വെച്ച് തരാം. ഇതെനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അവർ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നതാന്ന് തോന്നുന്നു. അപ്പം അവിടെ ഉള്ള ഒരുത്തം പറഞ്ഞാണ് സുധിച്ചേട്ടൻ്റെ ഫോട്ടോ എടുത്ത് അവിടെ വെച്ചിട്ട് വാ എനിക്ക് അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു ഈ സുധിയെ സത്യം പറഞ്ഞാൽ എങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കുവാണോ. ഇപ്പം കൂടെ ഉള്ളവന്മാരാണെങ്കിൽ പോലും ഇവരെ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട്, പുറമേ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. കാരണം അവന്മാർക്ക് റീച്ച് വേണമെങ്കിൽ ഇപ്പോൾ ഏതു സുധി തന്നെ വേണമെന്നാണ് എല്ലാവന്മാരും. ഇപ്പോൾ ഈ രേണുവിനെ വിളിക്കുന്നവരെല്ലാവരും നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി. ഇവരെ ശരിക്കും കോമാളിയാക്കിക്കൊണ്ടിരിക്കുക, സോഷ്യൽ മീഡിയയിൽ വലിച്ചെറിഞ്ഞു കൊടുക്കുക. സത്യം പറഞ്ഞാൽ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് ഇവർക്ക് പേയ്മെൻ്റ് ഇല്ലെന്ന് പറയുന്നു. നിങ്ങൾ ആ ഇന്നലത്തെ ആ ഒരു പ്രോഗ്രാമിൽ തന്നെ അവരിട്ട ഡ്രസ്സിന് തന്നെ എത്ര രൂപയുടെ വില വരുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാന്നുള്ളൂ. അവരാണ് ഈ ഇടയ്ക്ക് വന്നിട്ട് കുഞ്ഞിന് ഡ്രസ്സില്ല, അല്ലെങ്കിൽ ബാഗില്ല, ചെരുപ്പില്ല, അതില്ല, അച്ഛൻ സഹായിച്ചു. ഏതച്ഛനാ? മറ്റേ പള്ളിയിലെ അച്ഛൻ, ലോഗോ ഫ്രോഡ്, അവൾ സഹായിച്ചു എന്ന് പറയുന്നത്. ഈ സ്ത്രീ സംസാരിക്കുന്നതിൽ എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്നൊന്നുമില്ല. പിന്നെ ഇതേ മീഡിയക്കാർ പിന്നെ ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്, ചേച്ചി ബിഗ് ബോസിലോട്ടൊക്കെ കയറാൻ പോകാമെന്ന് അറിയുന്നത്, എന്നെ ആരും വിളിച്ചൊന്നുമില്ല, വിളിച്ചാൽ ഞാൻ പോകും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ ഉള്ള രീതിയിൽ വലിയ സംസാരമൊക്കെ. ചേച്ചി സെലക്ട് ആയെന്ന് തന്നെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. രേണു സുധി ആയിരിക്കും ഈ വട്ടം എല്ലാവരും കാത്തിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ പള്ളിയിലെ ഒരു വീഡിയോ കൂടെ കാണാനായിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് വെച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർമ്മിക്കാനും അങ്ങനെയുള്ള വിശ്വാസത്തോടും ഭയത്തോടും ഈ ആയുസിലെ വിട്ടുപോയ പ്രിയപ്പെട്ടവരോടുകൂടെ ചെറിയരാമെന്നുള്ള നിശ്ചയത്തോടെ ഇരിക്കാനും ഇപ്പോൾ ദുഃഖത്തിലിരിക്കുന്ന അങ്ങയുടെ മക്കൾക്കും വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും ആത്മാവിനെ നൽകണമെന്ന് ഞങ്ങളോട് അപേക്ഷിക്കുന്നു. ഇപ്പൊ കൊല്ലം സുധി മരിച്ചു, ഇപ്പൊ 2 വർഷമായി. ഇപ്പൊ ചർച്ചയാവുന്നത് എന്താന്ന് വെച്ചാൽ ഈ പള്ളിയിൽ അടക്കമാണ്. ഒരു ഹിന്ദു ആയ ഒരാളെ എങ്ങനെ പള്ളിയിലടക്കും? അത് ആ അച്ഛൻ കാണിച്ച കള്ളത്തിലും അയാൾ നല്ല രീതിയിൽ പൈസയും കാര്യങ്ങളും തട്ടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാണ് കൂടെ നിന്നത്? രേണുവിന് നല്ല രീതിയിൽ പങ്കുണ്ട് ഈ ഒരു കാര്യത്തിലാണ്. മകനാണെങ്കിൽ ഈ പൂജയും കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൊല്ലം സുധിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് മകനാണ്.
ഓക്കെ, അടക്കം ചെയ്തത് ഇവിടെ, അങ്ങനെയൊക്കെ പറ്റുമോ? അപ്പം അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു, പിന്നെ എനിക്ക് ആ ഒരു ഇത് മതത്തിലോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാമോദിസ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യണ്ടേ? അതല്ലാതെ ഒരാളെ അടക്കുമോ? എനിക്കറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോഴും വന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈ കരയുന്നു. എനിക്കിതിനോടൊട്ടും യോജിപ്പില്ലാത്തതെന്ന് വെച്ചാൽ ഈ കാണുന്ന അവരുടെ ആത്മാർത്ഥം കൊണ്ടുള്ള കരച്ചിലാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇനി മീഡിയ കണ്ടിട്ടാണെന്ന്. ഇപ്പോഴും ഞാൻ പറയുന്ന മീഡിയയുടെ ഇതൊക്കെ കണ്ടിട്ട് മാത്രമാണ്. കാരണം ഞാൻ അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടു. അതൊക്കെ ഓർക്കാൻ പോലും പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ്. എനിക്ക് നിങ്ങളോട് മീഡിയയിൽ പറയാൻ പറ്റത്തില്ല. അതൊക്കെ സമയം പോലെ നമുക്ക് പറയാം. ഞാൻ എൻ്റെ വീഡിയോ പറയുന്ന പോലെ തന്നെ. ഇപ്പം ആ കുട്ടിക്ക് ഡ്രസ്സില്ല, കുഞ്ഞിന് ഇതില്ല, മറ്റേതില്ല, മറിച്ചില്ല, മാങ്ങയില്ല, കോടയില്ല, ചക്കയില്ലെന്ന് പറഞ്ഞ ആളുടെ ഡ്രസ്സിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ബാങ്ക് ബാലൻസ് 900 രൂപ കണ്ടൊക്കെയാണ് അവർ കാണിക്കുകയൊക്കെ ചെയ്തത്. അവരുടെ ഡ്രസ്സിങ്ങും സ്റ്റൈലും ഒക്കെ കാണുമ്പോൾ തന്നെ അതിന് തന്നെ ഏകദേശം ഒരു 3K 4K 5K ഒക്കെ തന്നെ വരും. ഓക്കെ, അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ, അത് ഓക്കെ, അത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ സോഷ്യൽ മീഡിയ വന്നിട്ട് പൈസ ഒന്നും ഇല്ലാതെ വന്ന് പച്ചൻ ഇത് തന്നു, അത് തന്നു, മറ്റേത് തന്നു, മറിച്ച് തന്നു വന്ന് പറയാതിരിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയറും സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ. മറന്നുപോയി, ബിഗ് ബോസിൻ്റെ ഒരു ക്ലിപ്പ് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെക്കാം. ബിഗ് ബോസിൽ പോകുന്നുണ്ടോ? ബിഗ് ബോസിന്ന് പോകുന്നുണ്ടെന്നാണ്. ബിഗ് ബോസിൽ പോകുന്നുണ്ടോ? ബോസിലേക്ക് വിളിച്ചാ പോകും, വിളിച്ചിട്ടില്ല. സ്വപ്നം കണ്ടോ ചേച്ചി പോകുന്നത്? സ്വപ്നം കണ്ടോ? സ്വപ്നം ഫലിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലിപ്പ് കണ്ടല്ലോ. ചേച്ചി ബിഗ് ബോസിൽ സെലക്ട് ആയിട്ടുണ്ട്. രേണുസുതി മെയിൻ ആണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് പുള്ളി ഇങ്ങനെ ഓടിച്ചാടി നടക്കുകയൊക്കെ ചെയ്യുന്നത്. എങ്ങനെ പോയാലും ഒരു 50 എപ്പിസോഡ് എന്തായാലും അവർ നിൽക്കുന്ന ഉറപ്പാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പം പോസിറ്റീവും നെഗറ്റീവും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, അവിടെ ചെന്ന് പറയുന്ന ഓരോ വാചകങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഉറപ്പാണ്. കാരണം ഈ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവർക്കെല്ലാം നിങ്ങൾ A to Z കാര്യങ്ങൾ അറിയാം. അത് നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ രേണുസുതി ഉറപ്പാണ് നിങ്ങളുടെ അവസ്ഥ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരുവാണ്. കാരണം ആൾക്കാർ നിങ്ങളെ വെറുതെ വിടത്തില്ല. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടത്തില്ല. നിങ്ങളുടെ ആ സംസാര രീതിയും കാര്യങ്ങളും എല്ലാവർക്കും ഭയമായിട്ടാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. സത്യം പറഞ്ഞാൽ കണ്ടറിയാം രേണുസുതി. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, കണ്ടറിയാം. നിങ്ങൾ ഒരുപാട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, സീരിയസ് ആയിട്ട് പറഞ്ഞാൽ. കാരണം നിങ്ങളുടെ സംസാര രീതികളും എല്ലാം ഇച്ചിരി ഓവറാവുന്നുണ്ട് ശരിക്കും. ഇപ്പം തന്നെ ആ ബിഗ് ബോസിൻ്റെ ആ വീഡിയോ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ചേച്ചിയുടെ സംസാര രീതിയും സ്റ്റൈലും ഒക്കെ. ചേച്ചി എല്ലാം തികഞ്ഞെന്നുള്ളൊരു ഭാവമാണ് ഗൈസ്. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നും കൂടെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു.